കൂട്ടാറിൽ യുവാക്കളെ വോളിബോൾ കളിക്കുന്നതിൽ നിന്നും വിലക്കിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് KPCC സെക്രട്ടറി MN ഗോപി. ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM ഇതിന് മറുപടി പറയണമെന്നും യുവാക്കളെ കളിക്കുവാൻ അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുതായി ഭരണത്തിൽ വന്ന കരുണാപുരം പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരുണാപുരത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് അവിടുത്തെ ചെറുപ്പക്കാർ വർഷങ്ങളായി വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട്, അത് പഞ്ചായത്ത് അധികാരികൾ ആ ഗ്രൗണ്ട് കയ്യേറുകയും അവിടെ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന അവരുടെ നെറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുള്ള നടപടി തികച്ചും പ്രതിഷേധാർഹമാണ്. ഒരു പഞ്ചായത്തിലൊരു കളിക്കളം എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുതിയ മുദ്രാവാക്യമാണ്. കാരണം ഈ കുട്ടികളൊക്കെ ഇപ്പോൾ മയക്കുമരുന്നിനും അതുപോലെ മറ്റ് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടുന്നതിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമീണ മേഖലകളിൽ ഇത്തരം കളിക്കളങ്ങളും ഒക്കെ ഉണ്ടാക്കി അവരെ മറ്റൊരു മേഖലയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. ആ തരുണത്തിൽ ഭരണകക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഇത്തരമൊരു തീരുമാനമെടുത്തത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഒരു പ്രദേശത്തെ കുറച്ച് ചെറുപ്പക്കാർ കൂടി ആ പ്രദേശത്ത് ഒരു കളിക്കളം ഉണ്ടാക്കിയാൽ അവിടെ കളിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന അപരിഷ്കൃതമായ സമീപനമാണ് ഭരണസമിതി എടുത്തിട്ടുള്ളത്. ആ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM ഇതിന് മറുപടി പറയണം. ഓരോ ഗ്രാമങ്ങളിലും കുട്ടികൾ ക്ലബ്ബുകൾ ഉണ്ടാക്കുകയും ചെറുപ്പക്കാർ ക്ലബ്ബുകൾ ഉണ്ടാക്കുകയും അവർ കലാകായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യ ഘടകമാണെന്നിരിക്കെ അതിന് ശ്രമിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന ഇത്തരം നടപടികൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ എന്ന് അവർ പരിശോധിക്കണം. ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അവിടെ ചെറുപ്പക്കാർക്ക് കളിക്കുന്നതിന് കളിക്കളം ഉണ്ടാക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കും. അവിടെ ഇത്തരം ജനവിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കാൻ CPMനെ നമ്മൾ അനുവദിക്കത്തില്ല. ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമാണ്. ഇത് കേട്ട് ഏറാൻമൂളികളായി നിൽക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം അപരിഷ്കൃതമായ ഭരണപരിഷ്കാരം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് വളരെ ശക്തമായി തന്നെ സൂചിപ്പിക്കാൻ ആശ്രയിക്കുക.